ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മളോട് നമ്മുടെ ഉമ്മ പറയാണ്, നീ എൻ്റെ മകനല്ല, എൻ്റെ മകൻ വേറെ ഏതോ ആണ്, നീ പകരം വെച്ചതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോന്നുകയാണ് നമ്മുടെ കൈ നമുക്ക് ആവശ്യമില്ല, അത് മുറിച്ചു മാറ്റണമെന്ന് തോന്നുകയാണ്. നമ്മൾ പലതരത്തിലുള്ള മാനസിക വിഭ്രാന്തികൾ, മാനസിക രോഗങ്ങളെ പറ്റി കേട്ടിട്ടാണ്. എന്നാൽ വളരെ ഭീകരമായിട്ടുള്ള ചില മാനസിക രോഗങ്ങളെ പറ്റി ഇന്ന് പറയാൻ പോവുകയാണ്. ഈ രോഗങ്ങൾ നമുക്കൊരിക്കലും ഉണ്ടാവരുത് എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രാർത്ഥിച്ചു പോകും. വെൽക്കം ടു സൈക്കോട്യൂൺ. ഞാൻ അനസ് പാർട്ടിശ്ശേരി. ഒന്നാമതായി നമ്മുടെ ലിസ്റ്റിലാണ് കാപ്ഗ്രാസ് സിൻഡ്രോം എന്നുള്ളത്. വാട്ട് ഈസ് കാപ്ഗ്രാസ് സിൻഡ്രോം? Capgras syndrome is a psychiatric disorder in which a person holds a delusion that a friend, spouse, parent or other close family member or pet has been replaced by an identical impostor. Capgras syndrome എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ അടുക്കളയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമ്മളോട് ഉമ്മ പറയുകയാണ്, നീ എൻ്റെ മകനല്ല, എൻ്റെ മകൻ വേറെ ഏതോ ആണ്, നീ പകരം വെച്ചതാണ് എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റിട്ട് ഭാര്യ പറയുകയാണ്, ഇതെൻ്റെ ഭർത്താവല്ല, എൻ്റെ ഭർത്താവ് മറ്റേതുമാണ്, നിങ്ങൾ പകരം വെച്ച ആളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്യുക? അത്തരത്തിലുള്ള ഒരു മാനസിക വിഭ്രാന്തിയെ പറ്റിയാണ് കാപ്ഗ്രാസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഉണ്ടാകുന്നത് അൽഷിമേഴ്സ്, ഡിമെൻഷ്യ, അതേപോലെ സ്കിസോഫ്രീനിയ അതുപോലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള രോഗങ്ങളുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതലായിട്ടും കാണാറ്. എന്നാൽ അത്തരത്തിലുള്ള രോഗങ്ങൾ ഇല്ലാത്തവരിലും ഈ രോഗങ്ങൾ കാണാറുണ്ട്. Number 2, foreign accent syndrome. What is foreign accent syndrome? Foreign accent syndrome is a medical condition in which patients develop speech patterns that are perceived as a foreign accent, that is different from their native accent, without having acquired it in the perceived accent's place of origin. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷുകാർ മലയാളം സംസാരിക്കുന്നത് പോലെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ എങ്ങനെയുണ്ടാവും? ചിലപ്പോൾ രസകരമായി തോന്നിയേക്കാം, ചിലപ്പോൾ നമുക്ക് അത്ഭുതം തന്നെ തോന്നിയേക്കാം, എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. ഇനി അങ്ങനെയല്ല, അറബികൾ സംസാരിക്കുന്നത് പോലെയാണ് നമ്മൾ ചിലപ്പോൾ മലയാളം സംസാരിക്കുന്നതെങ്കിലോ എങ്ങനെയുണ്ടാകും? നമ്മൾ ജില്ലകൾ തമ്മിൽ വ്യത്യാസത്തിൽ പലതരത്തിലുള്ള സ്ലാങ് ആണ് ഉപയോഗിക്കുന്നത്. മലയാളം സംസാരിക്കുമ്പോൾ തന്നെ ജില്ലകൾ തമ്മിൽ പലതരത്തിലുള്ള സ്ലാങ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ മറ്റു ഭാഷക്കാർ യൂസ് ചെയ്യുന്നത് പോലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ ഫോറിൻ ആക്സന്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാലുള്ള അസുഖം. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു സ്ലാങ് മറ്റേതെങ്കിലും രീതിയിലുള്ള സ്ലാങ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അത് നമുക്ക് തന്നെ മനസ്സിലാവുകയില്ല, പക്ഷെ അത് കേൾക്കുന്ന ആൾക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിയേക്കാം. അതൊരു തരത്തിലുള്ള മാനസിക അല്ലെങ്കിൽ സൈക്കാട്രിക് ഡിസോർഡർ ആണ്. സ്പീച്ച് തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് ഈ രോഗങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തത് ബോഡി ഇന്റഗ്രിറ്റി ഐഡന്റിറ്റി ഡിസോർഡർ. എന്താണ് ബോഡി ഇന്റഗ്രിറ്റി ഐഡന്റിറ്റി ഡിസോർഡർ? ബോഡി ഇന്റഗ്രിറ്റി ഐഡന്റിറ്റി ഡിസോർഡർ characterized by a desire to be disabled or having discomfort with being able-bodied beginning in early adolescence and resulting in harmful consequences. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മുടെ ഈ കാല് അത് നമുക്കൊരു ഭാരമായി തോന്നുകയാണ്. നമ്മുടെ ശരീരത്തിൽ ജന്മനാ ഉള്ള കാലാണ്, പക്ഷെ നമുക്കത് ഭാരമായി തോന്നുകയാണ്. അത് എന്തോ ഒരു ഈർഷ്യം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് മാറിയിരിക്കണം. ആ കാല് നമുക്ക് ആവശ്യമില്ല, അത് വെട്ടിമുറിച്ച് കളയാം എന്ന് നമുക്കൊരു ദിവസം തോന്നുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമല്ലോ, നമുക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് എക്സ്ട്രാ ഒരു വിരൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു അവയവം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു വാല് മുളച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഭാരമാണ്, അത് നമ്മൾ മുറിച്ചു കളയാൻ പോകും. അതുപോലെ നമുക്ക് കാല് അല്ലെങ്കിൽ നമ്മുടെ കൈ, നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ സംസാരം, ശരീരത്തിൽ ഏത് ഭാഗവുമാകാം, അതൊക്കെ നമുക്കൊരു ഭാരമായി തോന്നുകയും അത് നമുക്ക് ആവശ്യമില്ല, അത് മുറിച്ചു കളയണം എന്ന് തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ബോഡി ഇന്റഗ്രിറ്റി ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു തരം സൈക്കാട്രിക് ഡിസോർഡർ. 2012 ജൂലി ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കാഴ്ച ആ പെൺകുട്ടിക്ക് ഭാരമാണ് എന്ന് തോന്നുകയും ഇത്തരത്തിലുള്ള ഒരു ഡിസോർഡർ കാരണം കാഴ്ച ആവശ്യമില്ല എന്ന് ആ പെൺകുട്ടിക്കുള്ള തോന്നൽ കാരണം ആ പെൺകുട്ടി ഡോക്ടർമാരോട് ആവശ്യപ്പെട്ട് ഒരുപാട് പ്രിസ്ക്രിപ്ഷൻസിന് ശേഷം അവസാനം ആ പെൺകുട്ടിയുടെ കണ്ണിൽ ആസിഡ് ഒഴിച്ച് കാഴ്ച ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ പെൺകുട്ടി മാറിയിട്ടുണ്ടായിരുന്നു. അത് ഈ ബോഡി ഇന്റഗ്രിറ്റി ഐഡന്റിറ്റി ഡിസോർഡറിന്റെ കാരണമായിട്ടായിരുന്നു ആ പെൺകുട്ടിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. നാലാമത്തത് കോട്ടാർഡ്സ് സിൻഡ്രോം. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, നമ്മൾ മരിച്ചുപോയി, നമ്മൾ മരണത്തിലാണുള്ളത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ?
നമ്മൾ ജീവിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ മരിച്ചിരിക്കുകയാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ആ ഒരു അവസ്ഥ? അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് നമ്മൾ മരിച്ചിരിക്കുകയാണ്, ഇത് എൻ്റെ ശരീരമല്ല, ഞാനല്ല ജീവിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് യഥാർത്ഥത്തിൽ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. നമുക്കത് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുന്നില്ല. എന്താണ് ഈ പറയുന്നത്? ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഞാൻ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ 2011 സ്കോട്ട്ലാൻഡിൽ ഒരു വ്യക്തി ആക്സിഡന്റ് കാരണം അദ്ദേഹം ഹോസ്പിറ്റലിലാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ചില തരത്തിലുള്ള ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവുകയാണ്. അതായത് ബ്രെയിന് കാര്യമായി ക്ഷതമേൽക്കുകയും അദ്ദേഹത്തിന് ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ട് അദ്ദേഹം ചിന്തിച്ചത് ഞാൻ മരിച്ചിരിക്കുകയാണ്, ഞാൻ വേറെ എവിടെ എത്തി, എൻ്റെ ആത്മാവ് ഇവിടെ ഇല്ല എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ആ വ്യക്തി ആ ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തി തന്നെ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ എത്തരത്തിലാണ് ആൾക്കാർ അതിനെ കാണുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയും ഭീകരമായ ഒരു ഡിസോർഡറാണ് കോട്ടാർഡ് സിൻഡ്രോം എന്നുള്ളത്. അങ്ങനെ ആ വ്യക്തിയെ പിന്നീട് അദ്ദേഹത്തിന്റെ മാതാവ് സൗത്ത് ആഫ്രിക്കയിൽ കൊണ്ടുപോയ സമയത്ത് അദ്ദേഹം ചിന്തിച്ചത് തൻ്റെ ആത്മാവ് ഈ ഭൂമി വിട്ട് വേറെ ഏതോ ഒരു ലോകത്തെത്തി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പിന്നീട് ചിന്തിച്ചത്. അടുത്ത പറയുന്നത് ഓട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ വിരൽ കടിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ വിരലിലെ നഖങ്ങൾ കടിച്ച് തുപ്പാറുണ്ട്. ചില ആൾക്കാർ വിരലിലെ നഖങ്ങൾ കടിച്ച് അത് ഭക്ഷിക്കും. ഇത്തരത്തിൽ വിരലിലെ നഖം കടിച്ച് അവസാനം വിരലിലെ മാംസം കടിച്ച് തിന്നുന്ന ഒരു പ്രത്യേകതരം രോഗമാണ് ഓട്ടോഗ്രാഫിയ എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് ഓൺസ് ബോഡി എന്ന് വേണം നമുക്ക് പറയാം. അതായത് ഒരാൾ സ്വന്തം ശരീരം തന്നെ കടിച്ച് തിന്നുകയാണെങ്കിൽ അതിന് നമുക്ക് ഓട്ടോഗ്രാഫി എന്നാണ് അതിന് പറയുന്നത്. കടിച്ച് അവസാനം ശരീരത്തിലെ മാംസങ്ങൾ അത് എവിടെയുമാകാം, വിരലാകാം, കൈത്തണ്ടയാകാം, കാലാകാം, ഏത് ഭാഗത്തുമാകാം. ഓട്ടോഗ്രാഫി എന്ന് പറയുന്ന രോഗം ഒരു വൈഡ് സ്പെക്ട്രം ഉള്ള രോഗമാണ്. അതായത് നമുക്ക് ഏത് ഭാഗത്താണ് ഒരാൾ കടിക്കുന്നത് എന്ന് നമുക്ക് ആ രോഗം വന്ന വ്യക്തി ഏത് ഭാഗത്തെയാണ് ഇഷ്ടപ്പെടുന്നത് നമുക്ക് ചിലപ്പം പറയാനാവില്ല. അത് ആ രോഗം വന്ന വ്യക്തിയെ ഒരുപാട് ചികിത്സിച്ച് അദ്ദേഹത്തെ ഒരുപാട് പഠനങ്ങൾ നടത്തിയ ശേഷമാണ് ആ വ്യക്തി ഏത് സ്പെസിഫിക് പാർട്സ് ആണ് ഭക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള രോഗമാണ് ഓട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഓട്ടോഗ്രാഫി വന്ന ഒരു വ്യക്തി 2012 ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം വിരല് കടിച്ച് അതേപോലെ നഖം കടിച്ചതിന് ശേഷം വിരല് കടിച്ച് അവസാനം വിരലിലെ 4 വിരലിന്റെ വിരലുകളുടെ പകുതി ഭാഗത്തോളം അദ്ദേഹം ഭക്ഷിക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവസാനം ഡോക്ടർ കാണിച്ച സമയത്ത് ഡോക്ടർ വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കി ഇത് വിരൽ മുറിഞ്ഞു പോയതല്ല, മറിച്ച് ഓട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു സൈക്കാട്രിക് ഡിസോർഡർ ആണ്, അദ്ദേഹം അത് ഭക്ഷിച്ചതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തെ ഒരുപാട് ചികിത്സിച്ച് ഭേദമാക്കാണ് ഉണ്ടായിരുന്നത്. അടുത്തതായി പറയുന്നത് പൈക്ക എന്ന് പറയുന്ന ഒരു രോഗമാണ്. പൈക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫുഡ് ആയിട്ടുള്ള ഐറ്റംസ് ഭക്ഷിക്കുക എന്നുള്ളതാണ്. നോൺ ഫുഡ് ആയിട്ട് ഐറ്റംസ് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ അത് പേപ്പർ ആകാം, പെയിന്റ് ആകാം, അതേപോലെ മണ്ണാകാം, അതുപോലെ ഗ്ലാസ്സുകളാവാം, ട്യൂബ് ലൈറ്റിന്റെ ഗ്ലാസ്സുകളാവാം, ഇരുമ്പാവാം, എന്തുമാവാം. ഒരുപക്ഷെ അത് മനുഷ്യ വിസർജ്യം തന്നെ ആയിരിക്കാം. അത്തരത്തിലുള്ള അങ്ങനെയുള്ള ഐറ്റംസ്, അതായത് ഫുഡ് ഐറ്റംസ് അല്ലാത്ത സാധനങ്ങൾ ഭക്ഷിക്കുന്ന ഒരു രോഗത്തെയാണ് പിക്ക അല്ലെങ്കിൽ പൈക്ക എന്നൊക്കെ പറയുന്നത്. കർണാടകയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇഷ്ടികയായിരുന്നു ഭക്ഷിച്ചിരുന്നത്. നമ്മൾ വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കും, അതിന് പകരമായിട്ട് ആ വ്യക്തി കഴിച്ചുകൊണ്ടിരുന്നത് ഇഷ്ടികയായിരുന്നു, മണ്ണുകൊണ്ടുണ്ടാക്കിയ ഇഷ്ടികയായിരുന്നു അദ്ദേഹം ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള രോഗമാണ് പിക്ക അല്ലെങ്കിൽ പൈക്ക എന്നൊക്കെ പറയുന്ന ഒരു സൈക്കാട്രിക് ഡിസോർഡർ. അടുത്തതായി പറയാൻ പോകുന്നത് കൊറോ എന്ന് പറയുന്ന ഒരു രോഗമാണ്. കൊറോ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് വേർഡാണ്. അതിന്റെ യഥാർത്ഥ വേർഡ് എന്താണെന്ന് വെച്ചാൽ ജെനിറ്റൽ റിട്രാക്ഷൻ സിൻഡ്രോം എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ വേർഡ്. ഈ ജെനിറ്റൽ റിട്രാക്ഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു പേര് കൂടി പറയുന്നത് പെനിസ് ഷ്രിങ്ക് സിൻഡ്രോം എന്ന് പറയുന്നുണ്ട്. ഈ പെനിസ് ഷ്രിങ്ക് സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് ഓർഗാൻ ചുരുങ്ങിപ്പോകുന്നു എന്ന് ഉള്ള ഒരു തോന്നലാണ് ഈ കൊറോ അല്ലെങ്കിൽ ജെനിറ്റൽ റിട്രാക്ഷൻ സിൻഡ്രോം എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് അത് കാരണമായി ഭയങ്കരമായ രീതിയിലുള്ള കോൺസിക്വൻസസ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള രോഗമാണ് ജെനിറ്റൽ റിട്രാക്ഷൻ സിൻഡ്രോം എന്നുള്ളത്. ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള പ്രയാസങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ.